കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒഗ്നിയേൽ അതിനെ പിടിച്ചു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒഗ്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്ഷയ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നില ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്കെന്തു വേണം എന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെയും കൂടി എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു വന്നതിന് കാര്യം, നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്, ഏത് വിഷയങ്ങളിലാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വിശ്വാസി ഒരിക്കൽ ഒരു അച്ഛന്റെ അടുത്ത് എത്തി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. എന്റെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലമുണ്ട്, അത് വലിയൊരു പാറയാണ്, അവിടെയൊന്നും വളരുന്നില്ല, അതുകൊണ്ട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തോ ആയി കാര്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയോ? അപ്പോൾ അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ദൈവം പ്രാർത്ഥന കേട്ടു. ആ സ്ഥലത്ത് മുമ്പുണ്ടായിരുന്ന പാറകളെല്ലാം പൊട്ടിച്ച് മണ്ണ് മാറ്റി നിരപ്പാക്കാൻ ഒരു ടീം വന്നു. ഇപ്പോൾ നല്ല നിരപ്പായി, സ്ഥലമൊക്കെ നല്ല നിരപ്പായി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അയാൾ പറഞ്ഞു, അച്ഛൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് അദ്ദേഹം പറഞ്ഞു, സ്ഥലമൊക്കെ നിരപ്പായി, പക്ഷെ നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, മരുഭൂമി പോലെ ആ സ്ഥലം വെറുതെ കിടക്കുകയാണ്. നിരപ്പായ സ്ഥലം വേണമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ വെള്ളത്തിന്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ കാലേബിന്റെ മകൾ അക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പ്രദേശം കാലേബ് നൽകുകയാണ്. നൽകിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, വെള്ളമില്ലാത്ത സ്ഥലം കിട്ടിക്കിട്ട് കാര്യമില്ല. സ്ഥലത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, സ്ഥലം കിട്ടി. ആമേൻ. നമ്മുടെ മിക്കവാറുമുള്ള സഭാഹോളുകൾക്കുള്ള പ്രാർത്ഥന പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറ്, നമ്മുടെ അല്ല, കർത്താവേ എവിടെയെങ്കിലും ഞങ്ങൾക്ക് അല്പം സ്ഥലം തരാം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എവിടെയെങ്കിലും കുറച്ച് സ്ഥലം തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് അല്പം സ്ഥലം നമ്മൾ വാങ്ങിക്കുകയും. എനിക്കറിയാവുന്ന ഒരു ചർച്ചില് ഒരു കുന്നിന്റെ മുകളിലായി താഴെ നിന്ന് പാവപ്പെട്ട വിശ്വാസികൾ വണ്ടിയൊന്നും മേടിച്ചെല്ലത്തില്ല, നടന്ന് കയറി മേളിൽ ചെന്ന് കഴിയുമ്പോ ഞാൻ പറഞ്ഞു, രോഗിയായ ഒരു മനുഷ്യനാണ് പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരുന്നതെങ്കിൽ പുള്ളി തിരിച്ചിറങ്ങി പോകുന്ന ശവമായിട്ടായി. എന്താ കാര്യം? നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും കണ്ടിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഞാനിവിടെ വരുമ്പോ നമ്മുടെ ചർച്ചില്, നമ്മുടെ സഭയ്ക്ക് 1 രൂപ പോലും ഫണ്ടില്ലായിരുന്നു. 1 രൂപ ഫണ്ടില്ലായിരുന്നു ഞാനിവിടെ വരുന്ന സമയത്ത്. എല്ലാവരും എഴുത്തിക്കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ 1 രൂപ പോലും ഫണ്ടില്ലാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, വലിയ വലിയ കാര്യങ്ങൾ കണ്ടു പ്രാർത്ഥിച്ചു. ദൈവം അത് നിവർത്തിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ദർശനമുണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി, ഏത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും, ഞാൻ പ്രാർത്ഥിക്കുന്ന റോഡ് സൈഡിൽ എല്ലാവർക്കും വരാൻ പറ്റുന്നതായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഹോള് പണിയാൻ സ്ഥലം വേണമെന്ന് കരകൾക്ക് സ്തോത്രം ചെയ്താൽ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസങ്ങൾ ദൈവം വരുത്തുകയും നമുക്ക് ആ സൗകര്യങ്ങൾ ദൈവം തരികയും ചെയ്യും. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അക്സ നീരുറവ ചോദിക്കുന്നത് അവളുടെ വിവാഹ ഉടമ്പടിക്ക് തൊട്ടു പിന്നാലെയാണ്, അഥവാ അവളുടെ വിവാഹം കഴിഞ്ഞിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണേ, എല്ലാവരും എന്റെ ഒപ്പം എന്ന് പറയണം. ഉണർവായിട്ടുള്ളൊരു മെസ്സേജ് ഒന്നും അല്ല പോകുന്നത്. കാരണം ഉണർവ് മെസ്സേജിലൊന്നും ആളുകൾ വചനം ഗ്രഹിക്കാറില്ല പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വചനമെടുത്ത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വചനമെടുത്ത് അതൊക്കെ തെളിയിച്ച് ഇങ്ങനെ പ്രസംഗിച്ചു പോവുക. എത്ര മണിക്കൂറായാലും എനിക്കതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കും, വിടുതലയ്ക്കും, പ്രാപിച്ചോ എന്നൊക്കെ പറയുന്നതിനൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരാധന കൂടുതലായി വെളിപ്പെടും. പക്ഷെ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഞാൻ ഇന്നലെ സംസാരിച്ചു പോയപ്പോൾ നമ്മുടെ സെന്ററിൽ ഉണ്ടായിരുന്ന ഒരു കർത്തദാസൻ ഇന്നലെ എന്നോട് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ഒത്തിരി വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, പക്ഷെ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് പെട്ടെന്നത് ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു മെസ്സേജ് ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് കേട്ടിട്ടില്ലെന്ന് അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ആമേൻ, അത് ഗ്രഹിച്ചെടുക്കാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു അധ്യാപകനും കൂടെയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ, സാധാരണക്കാരായ നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ നിങ്ങൾ എന്റെ ഒപ്പം വന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അക്സ നീരുറവ ചോദിക്കുന്നത് അവളുടെ വിവാഹ ഉടമ്പടിക്ക് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾ ഭർത്താവിന്റെ ഗ്രഹത്തിലേക്ക് യാത്രയാകുന്ന സമയത്ത്, വിവാഹം കഴിഞ്ഞ മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന്റെ കൃത്യമായ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് മെസ്സേജിലേക്ക് കിടക്കാം. ഒബ്നിയേൽ കിര്യത്ത് സേബർ കീഴടക്കിയതോടെ കാലേബ് തന്റെ വാഗ്ദാനം പാലിച്ചു. നമ്മളെ വായിച്ച വേദഭാഗമായതുകൊണ്ട് അതിന് അത്രയും സമയം പോകണ്ടെന്ന് വിചാരിച്ചാണ് വീണ്ടും വായിപ്പിക്കാറ്. അക്സയെ ഒബ്നിയേലിന് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അവൾ തന്റെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. യാത്രയാകുന്ന സമയത്താണ് ഈ ചോദിക്കൽ നടക്കുന്നത്. അവൾ വന്നാറേ എന്നുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അവൾ വന്നാറേ തന്റെ അപ്പനോട് നില ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഭർത്താവിന്റെ അടുക്കൽ എത്തിയ സമയത്താണ്. ഭർത്താവിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൾ ഭർത്താവിനെ കൊണ്ട് ചോദിപ്പിക്കാനായിട്ടാണ് നിൽക്കുന്നത്, ഉത്സാഹിപ്പിക്കുകയാണ്. നോക്കിയേ, അമേൻ, പുരാതനകാലത്ത് മകൾ വിവാഹിതയായി പോകുമ്പോൾ അപ്പ നൽകുന്ന ഒരു സ്ത്രീധനമുണ്ട്, അല്ലെങ്കിൽ വിടവാങ്ങൽ സമ്മാനമുണ്ട്. ആ നിലയിലാണ് അവൾ നിലവും ഉറവയും ചോദിക്കുന്നത്. യാത്ര പുറപ്പെടാൻ കണ്ടപ്പുറത്ത് കയറി അവൾ പെട്ടെന്ന് ഇറങ്ങി ചോദിക്കുകയാണ്. ഭർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഇവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് അപ്പ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് വലിയൊരു അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം, ആ ജീവിതം തുടങ്ങാൻ പോകുന്നതായിരിക്കുന്ന നിമിഷം തന്നെ തനിക്ക് എന്താണ് വേണ്ടതെന്ന് അവൾക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയെ മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതത്തിൽ പോലും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരയുയർത്തി സ്തോത്രം ചെയ്തേ. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നോക്കാമെന്നല്ല അവൾ ചിന്തിച്ചത്. മറിച്ച് വിവാഹ ജീവിതത്തിന്റെ അടിത്തറ ഇട്ട സമയത്ത് തന്നെ അവൾ ചിന്തിച്ചു, ഇത് ഭദ്രമായിരിക്കണം. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ അതിനെക്കുറിച്ച് അല്പം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുന്നു. കൃത്യസമയത്തുള്ള ഒരു അപേക്ഷയായിരുന്നു അവള് പറഞ്ഞത്. കാരണം
വിടവാങ്ങൽ സമയത്ത് അപ്പന്റെ മനസ്സ് മകളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൾ ആവശ്യം പറഞ്ഞത്. അവൾ ചിന്തിച്ചു നോക്കിയേ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പം പറയും പിന്നെ നോക്കട്ടെ, പിന്നെ അടുത്ത പ്രാവശ്യം നീ വാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്നേരം സമയത്ത് അപ്പന്റെ മനസ്സ് സ്നേഹമാണ് നിറഞ്ഞിരിക്കുക. അവിടെ ചെന്ന് വരന്റെ വീടൊക്കെ കണ്ടു, വളരെ സന്തോഷമായിരിക്കുന്നു. വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പനോട് മകള് ചോദിക്കുന്നത്, പ്രൈസ് ദി ലോർഡ് എന്നോട് പറഞ്ഞാൽ അവൾ കൃത്യസമയത്താണ് അത് ഇടപെടുന്നത്. ഇവിടെ ഞാൻ വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേകമായ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അക്ഷയ് പോലെ കിട്ടുന്നതെല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് പിന്നെ അവസാനം ആകാശത്തേക്ക് നോക്കിയിരിക്കാതെ വിവാഹത്തിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ആ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ആരെയും ആശ്രയിച്ച് ജീവിക്കാതെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സമ്പാദ്യം, അത് ചെറുതാണെങ്കിലോ. അങ്ങനെ ഒരിക്കലും ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്ന പൈസയുടെ കിട്ടുന്നതിന്റെ 10% ആദ്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ദേവദാസിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റി. പിന്നെയുള്ള 10% ഒരു സമ്പാദ്യത്തിന് വേണ്ടി മാറ്റിവെക്കും. പിന്നെയുള്ള 80% അവിടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അത് മനസ്സിലായോ? 100 രൂപ കിട്ടിയാൽ ആദ്യത്തെ 10 രൂപ ദൈവനാമത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി മാറ്റിവെക്കും. പിന്നെ കിട്ടുന്നതായിരിക്കുന്ന 10 രൂപ അതൊരു സമ്പാദ്യത്തിലേക്ക് കിട്ടും. പിന്നെ ലഭിക്കുന്ന 80 രൂപ കൊണ്ടാണ് ജീവിക്കുന്നത്. ഓരോ 100 രൂപ കിട്ടുമ്പോഴും അവിടെ സമ്പാദ്യത്തിലേക്ക് ഓരോ 10 രൂപ വീതം കൂടുകയാണ്. ഒരു മാസം എത്ര രൂപ വരും? ഒരു വർഷം എത്ര രൂപ വരും? അങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ വരും? നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നോക്കണം. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതായ കാര്യം, അക്സ അവരുടെ ഭർത്താവിനോട് ഈ പ്ലാൻ പറഞ്ഞപ്പോൾ ഒക്നിയേൽ അത് സ്വീകരിച്ചു. ഒരു നല്ല പ്ലാൻ മുന്നോട്ടുള്ള ജീവിതത്തിന് ചർച്ച ചെയ്ത് ഉണ്ടാകണം. അത് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം. വിവാഹം കഴിഞ്ഞ 20 വർഷമായി വിചാരിച്ചത് ഉണ്ടാകണ്ട. ആമേൻ. അത് നഷ്ടമായി പോയെന്ന് വിചാരിക്കണ്ട. 10 വർഷമായി നഷ്ടമായെന്ന് വിചാരിക്കണ്ട. ഇപ്പോഴും സമയം മാറിയിട്ടില്ല. ഒരുമിച്ചിരുന്ന കുഞ്ഞുങ്ങൾ പ്രായമായപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കുടുംബത്തിൽ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ ആരെയും ആശ്രയിക്കാതെ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് പോകാൻ അത് കഴിയും. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സംഭവം നടക്കുന്നത് BC 14-ാം നൂറ്റാണ്ടിലാണ്. ഏകദേശം 1380-1400 കാലഘട്ടം. ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി 40 വർഷത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം വാഗ്ദത്ത ദേശമായ കനാൻ കീഴടക്കുന്ന കാലഘട്ടമാണിത്. ഈ സമയത്ത് പ്രധാന ചരിത്രപരമായ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഞാൻ ഈ പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിന് നോക്കുമ്പോൾ ഏകദേശം 3400 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമാണ്. ഇസ്രായേൽ ജനത തങ്ങളുടെ വാഗ്ദത്ത ദേശം അവകാശമായി പ്രാപിച്ചുകൊണ്ടിരുന്ന ആവേശകരമായ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു പുതിയ ദേശം കെട്ടിപ്പടക്കുന്ന കാലഘട്ടത്തിൽ, ഒരു പുതിയ മണ്ണ് കെട്ടിപ്പടക്കുന്ന കാലഘട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്, അവൾ പറഞ്ഞു, വെറും മണ്ണല്ല ആവശ്യം, വെറും നിലമല്ല ആവശ്യം, ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ആ മണ്ണിനെ ജീവിപ്പിക്കുന്ന നീരുറവ വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ മണ്ണ് കിട്ടി കാര്യമില്ല. ആമേൻ. ഒരിക്കൽ ഒരാൾക്ക് ലോട്ടറി അടിച്ചു, 1 കോടി രൂപ അടിച്ചു. അതുമായിട്ട് അദ്ദേഹം അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് 1 കോടി രൂപ കിട്ടി, ജീവിതം വളരെ സന്തോഷമായി. ഏകദേശം ഒരു 50-60 ലക്ഷം രൂപ എനിക്ക് കിട്ടും. 60-65 ലക്ഷം രൂപ കിട്ടുമായിരിക്കും ടാക്സ് ഒക്കെ കഴിഞ്ഞ്.
പക്ഷെ അദ്ദേഹം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതാണ് ഞാൻ ആ കഥ കേട്ടത്. അച്ഛാ, ഇഷ്ടംപോലെ പണം കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചത് പണത്തിന് വേണ്ടി കിട്ടാണ്, എന്റെ അവസ്ഥകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ആ ദൈവം കൊടുത്താണെന്ന് ഞാൻ പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഒരു നല്ല ജീവിതം ലഭിക്കേണ്ട, ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ ജീവിതത്തിൽ പണമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, വാഹനമുണ്ട്, പക്ഷെ എല്ലാമുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ സമാധാനം മാത്രമില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ വൈതലയത്തിന്റെ ജീവിതത്തിനകത്ത് സമാധാനത്തിന്റെ ഒരു ഉറവയുണ്ടായിരിക്കണം. നിന്റെ ഭവനത്തിനകത്ത് പണം എത്രമുണ്ടെങ്കിലും ഭവനത്തിനകത്ത് അനുഗ്രഹത്തിന്റെ ഒരു ഉറവയുണ്ടായിരിക്കണം. നിന്റെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യത്തിന്റെ ഒരു ഉറവയുണ്ടായിരിക്കണം, ഒരു വറ്റാത്ത ഉറവ. ഇനി നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇതുവരെ ഞാൻ അതിന്റെ ആമുഖമൊക്കെ പറഞ്ഞ് മുഖവരിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയായിരുന്നു. ഇനിയാണ് മെസ്സേജിലേക്ക് പോകുന്ന സമയം. തെക്കേ ദേശം, നെഗവ് എന്ന് പറഞ്ഞാൽ വരണ്ടത് എന്നാണ് എന്റെ അർത്ഥം. അക്ഷയ്ക്ക് ലഭിച്ച ദേശം ഒരു വലിയ ദേശമായി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ദേശത്തില് കുറെ ഭാഗം മലകളും കുറെ ഭാഗം മരുഭൂമികളുമായിരുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ദേശമാണ്. ആമേൻ. അതുകൊണ്ടാണ് അവൾ ഉറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ അക്ഷയ്ക്ക് ലഭിച്ച നിലത്തിന്റെ വലിപ്പം നമുക്കറിയില്ല. പക്ഷെ താഴ്വാരത്ത് ഈ അവൾക്ക് ലഭിച്ച അവകാശത്തിന്റെ പകുതി ഭാഗം മലയായിരുന്നു, പകുതി പ്രദേശം മരുഭൂമിയായിരുന്നു. പക്ഷേ അവൾ ചിന്തിച്ചത് ഇത്ര വലിപ്പമുള്ള ഒരു സ്ഥലം എനിക്ക് കിട്ടിയെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല അവൾ സ്തോത്രം ചെയ്തത്. അവൾ പറഞ്ഞു, വെള്ളമില്ലാത്ത ഒരു നില കിട്ടിയിട്ട് കാര്യമില്ല, വെള്ളമില്ലാത്തൊരു മരുഭൂമി കിട്ടിയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. വെള്ളമില്ലാത്ത വലിയൊരു ഭൂമി കിട്ടിക്കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് അവൾ വലിപ്പമുള്ള നിലത്തിന് നടുവിൽ ജീവനുള്ള ഉറവകൾ ചോദിച്ചു. ദൈവത്തിന്റെ വൈതലേ, പ്രൈസ്, എത്ര ജീവിതത്തിൽ എത്ര വലിയ ഭൗതിക നന്മകൾ ഉണ്ടായാലും നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഉറവയുണ്ടാകണം. നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഉറവ പറ്റരുത്. നിന്റെ ഭവനത്തിനകത്ത് ആരാധന പറ്റരുത്. നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥന നടക്കണം. അവിടെയാണ് നീരുറവ ഒഴുകുന്നത്. നിന്റെ ഭവനത്തിനകത്ത് ആരാധന നടക്കണം. നിന്റെ ഭവനത്തിനകത്ത് ക്രമ വ്യാപരിക്കണം. നീ കൈകളടിച്ച് അവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ചങ്ങലകൾ അഴിയണം. Praise the Lord. Praise the Lord. Praise the Lord. ചങ്ങലകൾ അഴിഞ്ഞു വീഴണം. ചില ബന്ധനങ്ങൾ, കുഞ്ഞുങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ചില ബന്ധനങ്ങൾ അരിഞ്ഞു മാറണം. ഉറവ നിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടണം. ജോലിയുണ്ട്, പണമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാനുഭവം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രയോജനമുണ്ട്? നിന്റെ ഭവനത്തിനകത്ത് സന്തോഷവും നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നിന്റെ ജീവിതം സമൃദ്ധിയല്ല, മരുഭൂമിയാണ്. നിന്റെ ഉള്ളിലെ ഉറവയാണ് നിന്റെ ജീവിതത്തെ ഫലഭൂഷ്ടമാക്കുന്നത്. പലരുടെയും ജീവിതത്തെ നമ്മൾ നോക്കിയേ, വരണ്ട് കിടക്കുന്ന എത്രയോ ജീവിതങ്ങളെ നമുക്ക് കാണാം. എത്രയോ സമ്പന്നരുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. പ്രിയമുള്ളവരെ, ആമേൻ. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഇതിന്റെ കാര്യം പറഞ്ഞു. ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം എനിക്കിത് ഓർത്തതാണ്. 100 രൂപ സ്തോത്രകാഴ്ച ഇടാത്തവരും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ 100 രൂപ ടിപ്പ് കൊടുക്കുന്ന ആളുകളാണ്. 100 രൂപ, ആമേൻ, സ്തോത്രകാഴ്ച, ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ആമേൻ. ഒരു ദൈവദാസൻ ഇങ്ങനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞു, നമ്മുടെ സ്തോത്രകാഴ്ച പാത്രം കണ്ടിട്ടില്ലാത്തൊരു നോട്ടുണ്ട്. നമ്മുടെ അല്ല കേട്ടോ, ഇവിടെയല്ല, ഇവിടെ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം.
നമ്മുടെ സ്വന്തം കാഴ്ചപ്പാത്രം കാണാത്തൊരു നോട്ടുണ്ട്. ആ നോട്ടം എന്താണെന്നറിയാമോ? 500 500ഒക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. 2000 രൂപ നോട്ട് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാത്രവും ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇന്നല്ല ഒരു രാത്രിയിലെ സ്വന്തം കാഴ്ചപ്പാത്രം 2000 രൂപ കണ്ടിട്ടില്ല. 2000 രൂപ ഒറ്റ നോട്ടോ? ഓക്കെ, അപ്പച്ചൻ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടായിരിക്കട്ടെ, തീർച്ചയായിട്ടും. ചെയ്തല്ലോ, ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടായിരിക്കണം 2000 രൂപ നോട്ട് പെട്ടെന്ന് സർക്കാർ പിൻവലിച്ച്. അതുകൊണ്ട് അദ്ദേഹം ഒരു തമാശയായിട്ട് ജോയി വാഴക്കൽ പാസ്റ്ററുടെ ഒരു മെസ്സേജ് ഞാൻ തോന്നുന്നു, ഞാനിത് കേട്ടപ്പോൾ അത് ഓർത്തപ്പോൾ പറഞ്ഞത് മാത്രമേ. പ്രൈസല്ലോ. ഇപ്പോൾ പ്രിയമുള്ളവരെ, അക്ഷ എവിടെ നിന്നാ ഇറങ്ങിയത്? കഴുതപ്പുറത്ത് നിന്നാണ് ഇറങ്ങിയത്. നമ്മൾ ചിന്തിച്ച് അനുഗ്രഹം ചോദിക്കുന്നതിന് മുമ്പ് അപ്പനോട് അവൾ ചോദിച്ചത് അനുഗ്രഹമാണ് ചോദിച്ചത്. അപ്പനോട് അവൾ ചോദിച്ചത് അനുഗ്രഹമാണ് ചോദിച്ചത്. അനുഗ്രഹം ചോദിക്കാൻ വേണ്ടി അപ്പന്റെ മുമ്പിൽ ഒരു വിനയമുണ്ട്. അനുഗ്രഹം ചോദിക്കുന്ന മകൾ അപ്പന്റെ മുമ്പിൽ താഴ്മയോടാണ് നിൽക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹം ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നത് നമ്മളുടെ പദവി വിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങില്ല. നമ്മളെ പദവിയിൽ നിന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അക്ഷയ നോക്കിയേ, അവൾ കഴുതപ്പുറത്ത് ഇരുന്നെ ചോദിച്ചാൽ, കാരണം അപ്പനാണ്, സ്വാതന്ത്ര്യമുണ്ട്. നീ കഴുതപ്പുറത്തല്ല തത്തപ്പുറത്ത് കയറി ചോദിച്ചാലും അപ്പൻ ജന്മം കൊടുത്തല്ലോ. പക്ഷെ അവൾ അപ്പന്റെ മുമ്പിൽ അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി വിനയത്തോടെയുള്ള ഒരു സമീപനത്തിലാണ് അവൾ നിൽക്കുന്നത്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താൽ, പ്രിയമുള്ളവരെ, താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. കരയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, നമ്മൾ ദൈവസ്ഥലിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഇങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികളൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പോയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് മുഖ്യ കസേര അദ്ദേഹത്തിനായിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പദവി എന്ന കാര്യം ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇറങ്ങി വിനയത്തോടെ, ഞാൻ ഒന്നുമില്ല കർത്താവേ കൃപ മാത്രമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി നമുക്കൊരു സ്തോത്രം ചെയ്യാം. ഒരു പദവിയിൽ നിന്ന് ഇറങ്ങിയെന്ന് നമുക്ക് പറയാം. കാലേബിന്റെ മകൾ എന്നുള്ള നിലയിൽ അക്ഷയ്ക്ക് വലിയൊരു പദവിയുണ്ട്. അവൾ രാജകുമാരിയെ പോലെ വേഷം ധരിച്ചാണ് അവൾ കഴുതപ്പുറത്ത് നിൽക്കുന്നത്. അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അവൾ അപ്പന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൾ പദവിയേക്കാൾ ഉപരിയായി ഒരു മകളുടെ വിനയത്തിനാണ് മുൻഗണന നൽകിയത്. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പദവി അല്ല വിഷയം, നമ്മുടെ അറിവല്ല വിഷയം, നമ്മുടെ സമ്പത്തല്ല വിഷയം. അതൊന്നും നമ്മൾ ഉയർത്തിപ്പിടിക്കരുത്. ഞാൻ ഇന്നയാളാണെന്നുള്ള ഭാവത്തിൽ ഞാൻ ആരാണെന്നറിയാമോ? കർത്താവേ, എനിക്ക് ഇപ്പോൾ തരണമെന്നുള്ളതല്ല. അപ്പാ, എനിക്ക് നിന്റെ കൃപ വേണം. അപ്പാ, എനിക്ക് നിന്റെ കൃപ വേണം. അപ്പാ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം, കൃപ എനിക്ക് വേണമെന്ന് ദൈവസന്നിധിയിൽ പറയുന്നിടത്താണ്, താഴുന്നിടത്താണ് ദൈവത്തിന്റെ പൈതലേ അനുഗ്രഹം ഇരിക്കുന്നത്. കരകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ വലിയൊരു ഭാരത്തോടെ നമ്മൾ വേദനയോടെ നമ്മളായിരിക്കുമ്പോൾ, ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ, വേദനയോടുകൂടി ഇരിക്കുമ്പോൾ, പ്രിയമുള്ള കുഞ്ഞെ, നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനൊരു പാ വേണം. ആമേൻ. ചൂടൊക്കെ വരുമ്പോ നിലത്ത് കിടക്കാനുള്ളൊരു പായല്ല, പ്രാർത്ഥിക്കാനൊരു പാ വേണം. അതെന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയം തകരുമ്പോൾ നീ ആ പായിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മൾ ഒരുപാട് വീടുകൾ പണിയാറുണ്ട്, പക്ഷേ നമ്മുടെ ഒറ്റ വീടുകളിലും പ്രാർത്ഥന മുറിയില്ല. ആമേൻ. 3, 4, 5 ബെഡ്റൂമുകൾ നമ്മൾ പണിയും, പക്ഷേ നമ്മുടെ അതിനകത്ത് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും.
പക്ഷെ നമ്മുടെ ഒരു വീടുകളിലും പ്രാർത്ഥനാ മുറിയില്ല. ഒരു ശല്യവുമില്ലാതെ നമുക്ക് നമ്മുടെ അപ്പന്റെ അടുത്ത് പോയിരിക്കാൻ, നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ, നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ, നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ, ഒരു ഭാരം വരുമ്പോൾ ഓടിച്ചെന്ന് നമ്മുടെ അപ്പനോട് സങ്കടം പറയാൻ, നമ്മുടെ വിഷയങ്ങൾ പറയാൻ, മറ്റു ശബ്ദങ്ങളൊന്നും വരാത്ത കിടത്ത് ചെന്നൊന്ന് കരയാൻ, മനസ്സ് തുറന്നൊന്ന് കരയാൻ, മനസ്സ് തുറന്നൊന്ന് കരയാൻ, മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരയാൻ, മക്കൾ കാണാതെ, ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ, സഹോദരൻ കാണാതെ, സഹോദരി കാണാതെ, ആര് കാണാതെ ഓടിച്ചെന്ന് അപ്പ എന്ന് പറയുന്നത് പൊട്ടിക്കരയാൻ നമുക്കൊരു പ്രാർത്ഥനാ മുറിയില്ല. ദൈവം താഴ്ന്നവർക്കാണ് കൃപ നൽകുന്നത്. വേദനിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നെടുമ്പാടുന്ന് വീഴണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴുതപ്പുറത്തിരിക്കുന്നത് സൗകര്യമാണ്, അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് പ്രയാസം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ, നമുക്ക് സൗകര്യമായ സ്ഥലങ്ങളിൽ ഇരുന്ന് ആജ്ഞാപിക്കുന്നതല്ല പ്രാർത്ഥന. കർത്താവേ, ഞാൻ നിന്നോട് പറയുകയാണ് കേട്ടോ, പറയുകയാണ് കർത്താവേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ല. പല പ്രാർത്ഥനകളും ഞാനിങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, പ്രാർത്ഥനയിൽ ഒരുപാട് സ്പീഡായിട്ട് അങ്ങോട്ട് പോകാതെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഉദാഹരണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഞാനിവിടെ ആരുടെയും പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല, ദൈവസാക്ഷിയായിട്ട് ഓർക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്ത കർത്താവെ അവരെ രക്ഷിക്കണം, രക്ഷിക്കപ്പെടാത്ത കർത്താവ് അങ്ങനെ അവരെ രക്ഷിക്കുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മളൊന്ന് ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. ഈ രക്ഷിക്കപ്പെടാത്ത എന്നുള്ളതിനകത്ത് കർത്താവെ കയറി വരേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ല. പണ്ടൊരു അപ്പച്ചൻ പ്രാർത്ഥിച്ചു, മെസ്സേജിനിടയിൽ പ്രാർത്ഥിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, പ്രാർത്ഥിച്ച് അല്പം തെറ്റിപ്പോയി. അതെല്ലാം ഈ തെറ്റുന്നത് ആളുകൾ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. എവിടെയും തെറ്റ് പറ്റിയാൽ ആളുകൾ ശ്രദ്ധിച്ചിരിക്കും. അതാണ് കർത്താവേ, ഞങ്ങളുടെ ദാസൻ, പാസ്റ്ററെ കുറിച്ചാണ് പറഞ്ഞത്, ഞങ്ങളുടെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ദാസന്റെ വായോടും നായോടും കൂടെ ഇരിക്കണേ. ആമേൻ. അത് ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ ഇത് സംഭവിച്ചതാ. ഞാൻ പറഞ്ഞ നായയുടെ കാര്യം പറഞ്ഞ് സംഭവിച്ചതാ. ഒരു ചർച്ച സംഭവിച്ച, എനിക്കറിയാവുന്ന ചർച്ചമാണ്, പോട്ടെ. ഇത് ഞാൻ അറിഞ്ഞത് ആ ചർച്ചയുടെ കാര്യം പിന്നീട് വന്ന് ഒരിടത്ത് ചർച്ച ചെയ്തപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. പോട്ടെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന കാര്യം, ദൈവത്തിന്റെ പൈതലേ, ഇറക്കം. നമ്മുടെ കർത്താവ് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിച്ചത്. താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കാലേബ് അവളെ ഉയരത്തിലുള്ള അഥവാ മേലുറവയിലേക്ക് അവളെ കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. അവൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ പിതാവൾക്ക് താഴത്തെ ഉറവ മാത്രമല്ല കൊടുത്തത്, മേലത്തെ ഉറവയും കൊടുത്തു. കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മേലത്തെ ഉറവയും താഴത്തെ ഉറവയെ കുറിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്. അതിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് സംസാരിച്ചു പോകും. ആമേൻ. താഴേക്ക് ഇറങ്ങി, അപ്പനാണ് എങ്ങനെയും ചോദിക്കാം. പക്ഷേ അവൾ താഴേക്ക് വന്നപ്പോൾ അവൾ ഇറങ്ങി അപ്പന്റെ അടുത്ത് ചെന്നിട്ട്, സമയം ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. ഏത് സമയത്താ? എന്തും ചോദിച്ചാൽ അങ്ങനല്ലേ. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ പയ്യന്റെ വീട്ടില് നമ്മൾ കൊണ്ടാക്കി കഴിയുമ്പോ ആമേ മോള്
ആമേൻ. അങ്ങനെ ആരും പരീക്ഷിക്കരുത് കേട്ടോ, അപ്പന്മാരെ ബുദ്ധിമുട്ടിക്കരുത്. എങ്കിലും ഞാൻ പറയുകയാണ്, ആ സമയത്ത് എന്ത് ചോദിച്ചാലും മിക്കവാറും അവർക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതുപോലെയാണ് ചോദിച്ചത്. പക്ഷെ അപ്പനും ബോധ്യമായി അവൾക്ക് ലഭിച്ച സ്ഥലം ഈ ഉണങ്ങിയ സ്ഥലം കൊടുത്തുകൊണ്ട് ഇത്ര സ്ഥലം കൊടുത്തു. ആ പ്രദേശം മൊത്തം അവളുടേതാണ്. പക്ഷെ പ്രയോജനമില്ല. അവൾക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ മേലിൽ നിന്നുള്ള ഉറവയും താഴെ നിന്നുള്ള ഉറവയും ലഭിക്കണം. കരം ഉയർത്തി നമുക്കെന്ന് സ്തോത്രം ചെയ്യാം. വിശ്വാസി എത്രത്തോളം താഴ്ന്നുവോ ദൈവത്തിന്റെ വൈദ്യുതി അത്രത്തോളമുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് നിന്നെ ശക്തീകരിക്കും. ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തിന് ആജ്ഞാപിക്കുന്നവരെയല്ല, വിനയത്തോടെ അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഇറങ്ങി നിൽക്കുന്നവരെയാണ് ആമീൻ കർത്താവ് കാത്തിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം താഴ്ന്നുവോ അത്രത്തോളം ആഴമുള്ള ഉറവകൾ ദൈവം നമുക്ക് നൽകും. ആമേൻ. കർത്താവിനെ നമുക്ക് നോക്കുമ്പോ യേശു കർത്താവ് ദൈവത്വം വെടിഞ്ഞ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് താഴ്ന്നപ്പോഴാണ് പിതാവ് നമ്മുടെ കർത്താവിനെ ഏറ്റവും അധികമായി ഉയർത്തി. അപ്പോൾ ലക്ഷ്യോട് ഒരു ചോദ്യം ചോദിച്ചു പിതാവ്. കാലേബ് എപ്പോഴാ ചോദിച്ചത്? അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങി വളരെ വിനയത്തോടെ അവൾ അപ്പന്റെ അടുത്ത് ഇരുന്നിട്ട് അവൾ ചോദിച്ചപ്പോൾ അപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് എന്തു വേണം? നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് ദൈവം നമ്മൾ സംസാരിക്കേണ്ടത്. കുഞ്ഞെ, കർത്താവിന്റെ അടുത്തേക്ക് വന്നവരോട് ചിലരോട് ദൈവം ചോദിച്ചു, നിനക്ക് എന്തു വേണം? കർത്താവിന് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ചോദ്യം. ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടിയിട്ടാണ് നീ വന്നതെന്ന് നിന്റെ അന്തരം തുറന്ന ദൈവത്തോട് പറയണം. ദൈവം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴുമ്പോൾ, നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മൾ എളിമപ്പെട്ട് ആവശ്യകതാ ബോധത്തോടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വൈതലേ ഹല്ലേലൂയ ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കണം, അക്ഷ ഇറങ്ങിയത് നമ്മൾ പറയും നിലത്തേക്ക് ഇറങ്ങിയെന്ന് പറയും. എവിടെയൊക്കെ അക്ഷ ഇറങ്ങിയത്? എവിടെ ഇറങ്ങി? അക്ഷ എവിടെയാ ഇറങ്ങിയത്? അക്ഷ ഇറങ്ങിയത് ഭൂമിയിലാണ്. എന്നാൽ അക്ഷ ഇറങ്ങിയത് ഭൂമിയിലേക്കാണെന്ന് പറഞ്ഞാലും കഴുതപ്പുറത്ത് നിന്ന് അപ്പന്റെ അടുത്തേക്ക് അക്ഷ ഇറങ്ങിയത് സമൃദ്ധിയിലേക്ക്. അവളുടെ പ്രാർത്ഥനാഭിഷേകത്തിനകത്ത്, അവളുടെ പ്രാർത്ഥന, അവളുടെ ആവശ്യത്തിനകത്ത് മരിച്ചു നിൽക്കാതെ ധൈര്യത്തോടെ വ്യക്തതയോടെ അവൾ അപ്പനോട് പറഞ്ഞു, അപ്പൻ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല പറഞ്ഞത്, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ തന്നത്, നീരുറവകളെയും കൂടെ തരണമെന്ന് അവൾ അപ്പനോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്നത് വെറും ഭൗതിക നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാകരുത്. അച്ഛ ചോദിച്ചത് ജീവൻ നിലനിർത്തേണ്ട പ്രാർത്ഥനാ വിഷയമാണ്, അല്ലേ? ഉണങ്ങിയ കുറച്ച് മരുഭൂമി കിട്ടിയിട്ട് എന്താ കാര്യം? ജീവൻ വേണമെങ്കിൽ ഉറവ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുന്നത് നശ്വരമായ കുറച്ച് പണത്തിന് വേണ്ടിയോ അതോ അനിശ്ചലമായ ആദ്യ ഉറവകൾക്ക് വേണ്ടിയാണോ നമ്മൾ മുൻഗണന നൽകുന്നത്? കാലേബിനോട് അവൾ ഉറവയുടെ കാര്യം ചോദിച്ചപ്പോൾ കാലേബ് പിതാവ് ആമേൻ കുറച്ചുകൂടെ ആമേൻ വ്യക്തമായി രണ്ട് ഉറവകളാണ് നൽകിയത്. ഒന്ന് മേലുറവയും കീഴുറവയും. സ്വർഗീയമായ ഉറവയ്ക്കകത്ത് സ്വർഗീയമായ അനുഗ്രഹമുണ്ട്, സ്വർഗീയമായ സമാധാനമുണ്ട്, സ്വർഗീയമായ പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കീഴുറവയ്ക്കകത്ത് പ്രൈസ് ദി ലോർഡ് ആരോഗ്യം, ഭൗതികമായ കീഴുറവയ്ക്കകത്ത് ആരോഗ്യം, ആഹാരം,
കുടുംബം, ഇതെത്രയൊക്കെ ഉണ്ടായാലും മേലിൽ നിന്നുള്ള ഉറവയില്ലെങ്കിൽ വീട്ടിനകത്തൊരു സന്തോഷം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് കീഴുറവയ്ക്ക് വേണ്ടി കിട്ടാം. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് റെഡിയാണ്. ആമേൻ. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രത്തോളം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാം, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിനകത്ത് പ്രത്യാശ ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിനകത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് മേലിൽ നിന്നുള്ള ഉറവയാണ്. പ്രൈസ് ദി ലോർഡ്. മേലിൽ നിന്നുള്ള ഉറവയില്ലാതെ താഴത്തെ എത്ര അനുഗ്രഹം കിട്ടും, ഉറവ തുറന്നാലും പ്രൈസ് ദി ലോർഡ് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. മുന്നോട്ട് പോവില്ല അധികം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു നല്ലൊരു വിവാഹം കഴിഞ്ഞു, നല്ലൊരു പെൺകുട്ടിയെ കിട്ടി, പെൺകുട്ടിക്ക് നല്ല ജോലി കിട്ടി, ജോലിയുള്ള പെൺകുട്ടിയാണ്. ആമേൻ. നല്ല നിലയിലാണ് പെൺകുട്ടി, ഒറ്റ പെൺകുട്ടിയാണ്, ഇഷ്ടംപോലെ വസ്തുവുണ്ട്, ആസ്തിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ആമേൻ, ആളുകൾ പറയും നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് അവ കല്യാണം കഴിച്ചത്. ആമേൻ. നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. പക്ഷേ എല്ലാരും പറയും അവൻ ചെന്ന് കയറിയ വീട് എന്ത് ഭാഗ്യം അവന്റെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്നാൽ അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യമുണ്ട്. ആ കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ ഉറവ ആവശ്യമാണ്. മേളിൽ നിന്നുള്ള ഉറവ ആവശ്യമാണ്. മേളിൽ നിന്നുള്ള ഉറവ ആവശ്യമാണ്. മുകളിൽ അനുഗ്രഹം ആവശ്യമാണ്. മുകളിലുള്ള കൃപ ആവശ്യമാണ്. അപ്പന്റെ കൈയുടെ തണൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരാൾക്ക് മനോഹരമായ ഒരു കാറ് കിട്ടി. അത് പറയും വലിയൊരു കാറാകട്ടോ, അമ്മേ എന്തോ കാറാ, എന്തോ സൗകര്യം, എന്തോ വലിപ്പമാണ്. പക്ഷെ കാറിനകത്ത് ഇന്ധനമില്ലെങ്കിൽ കാർ മുന്നോട്ട് പോകുമോ? ഹല്ലേലൂയ. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മെ ആത്മീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രൈസ് ദി ലോർഡ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ കൃപയാണ് മുന്നോട്ട് നമ്മെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അവൾ ചോദിച്ചതിനേക്കാൾ അധികം അപ്പൻ കൊടുത്തു. അവൾ ചോദിച്ചത് വെറും നീരുറവ മാത്രമാണ്. പക്ഷെ കാലേബ് നൽകിയത് അവൾക്ക് 2 തരം ഉറവയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് കൃത്യമായി ചോദിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരുമെന്ന്, ചോദിച്ച ഉറവയേക്കാൾ സമൃദ്ധിയായി തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കാലത്തും നിൽക്കുന്ന ഉറവകള് മലമുകളിലെ ഉറവകളല്ല. ആമേൻ. നമ്മള് ഇടുക്കിക്ക് പോകുന്ന സമയത്ത് വാളറയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. റോഡ് സൈഡിലാണ്. പക്ഷേ എപ്പോഴും ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ടോ? ഇവിടെ നമ്മൾ ആ കൂത്താട്ടോളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് തോന്നുന്നു അവിടെ ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പലരും ആ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. കാരണം ഞാൻ പോകുമ്പോൾ ബന്ധുവോട് പറയും എന്ത് നല്ല സുന്ദരമായ വെള്ളച്ചാട്ടം എന്ന് പറയാറുണ്ട്. കാരണം ആ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്തെ ആ വെള്ളച്ചാട്ടം ഉള്ളൂ. മഴ പെയ്ത് നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ചെയ്യും. കാരണം അത്രേ ഉള്ളൂ അത്. ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാ താഴ്വരയിലെ ഉറവകൾ ഭൂമിക്കടിയിലെ ഉറവിടങ്ങളിൽ നിന്ന് വരുന്നവയാണ്. വേനൽക്കാലത്തും വറ്റാതിരിക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറവകൾ, സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറവകൾ നമ്മുടെ ആദ്യ ജീവിതത്തിൽ സംഭരിച്ചു വെച്ച് വേനൽ കാലഘട്ടത്തിലും കത്തരിയുടെ കാലഘട്ടത്തിലുമൊക്കെ ദൈവസ്ഥലിൽ ആ ഉറവയിൽ നിന്ന്
സമൃദ്ധിയായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞ മുകളിൽ നിന്നുള്ള ഉറവ എപ്പോഴും തുറക്കണമെന്നില്ല. ഇതല്ല, പക്ഷെ തന്നത് നീ ഫലപ്രദമായിട്ട് ഉപകരിക്കാൻ നീ ശ്രമിക്കണം. ഒരുപാട് പേരെ എന്നെ വിളിക്കാൻ, വീട് പണിയാനാ വിളിക്കാൻ. ഞാൻ ചോദിക്കും, എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? നിങ്ങൾക്കറിയാം, എനിക്ക് അത്യാവശ്യം നല്ല ഒരു 2 നില വീടൊക്കെ പണിയാൻ ഉള്ള ഒരു സാഹചര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. 1800 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ പണിയാൻ ഉള്ള ഒരു വീട്, ഒരു സാഹചര്യമൊക്കെ എനിക്കുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ വീടാണ്, ഒരു 900 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കാൻ അത് മതി എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം ഇതാണ്. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ പ്രശ്നം? പക്ഷേ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തു. എത്ര ലക്ഷം രൂപ എടുത്തു? 10 ലക്ഷം രൂപ എടുത്തു. ഇപ്പൊ 25 ലക്ഷം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവര്, 10 ലക്ഷം രൂപയോടെ വീട് പണിയാനേ ഉള്ളെങ്കിൽ 10 ലക്ഷം രൂപയുടെ വീട് പണിയണം. കരി ഉയർത്തുന്ന സ്തോത്രം ചെയ്താൽ, കരി ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, കരി ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മ, ഒരു 10 ലക്ഷം രൂപയുടെ വീട് നമുക്ക് പണിയാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ 10 ലക്ഷം രൂപയുടെ വീടേ നമ്മൾ പണിയാവൂ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, അതാ ദൈവം തന്നിരിക്കുന്ന ഫലപ്രദമായി വിനിയോഗിക്കാൻ. നമുക്ക് ദൈവത്തിന് കുറച്ച് നന്മകൾ തന്നു, ഒരു അനുഗ്രഹങ്ങളൊക്കെ തന്നു. നമ്മൾ എവിടെ പോയാലും ടാക്സി വിളിച്ചേ പോകത്തുള്ളൂ. എനിക്കറിയാവുന്ന പല കേസുണ്ട്. നമ്മുടെ അച്ഛനും ടാക്സി വിളിക്കുന്നവര് ഇല്ല. ആമേൻ. എവിടെ പോയാലും ടാക്സി വിളിച്ചേ പോകുള്ളൂ. ഈ ടാക്സി ഒക്കെ വിളിക്കാൻ എത്ര നാളി പൈസ ഉണ്ടാവും? ആമേൻ. പ്രിയമുള്ളവരെ, അതൊക്കെ പോകും. പക്ഷെ ഫലപ്രദമായിട്ട് അതൊക്കെ വിനിയോഗിക്കുവാൻ തയ്യാറായ, ആമേൻ, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നന്മയായിട്ട് മാറും. ദൈവത്തിന് മാറ്റം വരുത്തുന്നതായിരിക്കുന്ന ശക്തി നമ്മളിൽ ഉണ്ടാകണം. അക്ഷയ്ക്ക് ലഭിച്ച തെക്കേ ദേശം മരുഭൂമിക്ക് തുല്യമായിട്ടുള്ള ദേശമായി. പക്ഷെ അപ്പൻ നൽകിയ നീരുറവകൾ ആ വരണ്ട ഭൂമിയെ തണ്ണീർത്തടമാക്കി മാറ്റി. കഴിവെന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത മരുഭൂമി പോലെയുള്ള ചില അനുഭവങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ വഴിയിൽ നീ പോകുന്നെങ്കിൽ, രോഗവും കടബാധ്യതയും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ് വരണ്ടുപോയ സാഹചര്യങ്ങളെ ഒരു തടാകമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ വരണ്ടുപോയ അനുഭവങ്ങൾ, രോഗത്താൽ നിന്റെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മനുഷ്യൻ മുന്നോട്ട് മാത്രം പോകുന്നുവെന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുമ്പോൾ, നിന്റെ രോഗത്തിന്റെ അവസ്ഥയിലേക്ക്, ഈ വരണ്ട സാഹചര്യത്തിലേക്ക് സൗഖ്യത്തിന്റെ ഉറവയയച്ച് സൗഖ്യത്തിന്റെ തടാകമാക്കി മാറ്റി അനേകർക്ക് സന്തോഷകരമാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിനെ ആശ്രയിക്ക്. നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വരണ്ട സ്ഥലമാണ് കിട്ടിയെങ്കിലും, ദൈവമാണ് കിട്ടിയെങ്കിലും, അപ്പന്റെ കരുണ ലഭിച്ചാൽ, അപ്പന്റെ അനുഗ്രഹം ലഭിച്ചാൽ എന്റെ മരുഭൂമി മാറും. ഹല്ലേലൂയ. ആമേൻ. ഈ തടാകമില്ലെങ്കിലോ, ഈ നീരുറവില്ലെങ്കിലോ, സമൃദ്ധിയുടെയും ജീവന്റെ പ്രതീകമാണ് വെള്ളം എന്ന് പറയുന്നത്. അത് ജീവന്റെ കേന്ദ്രമാണ്. ദൈവം നൽകുന്നതായിരിക്കുന്ന നീരുറവകൾ ദാഹം തീർക്കാൻ മാത്രമല്ല, ആ പ്രദേശത്തെ മുഴുവനും ഫലഭൂയിഷ്ടമാക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം വെറുതെ നിലനിൽക്കുകയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് തണലേകുന്ന, ഫലം നൽകുന്ന തണ്ണീർത്തടങ്ങളായി ദൈവം നമ്മെ മാറ്റി. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ ചോദിച്ചത് നീരുറവകളാണ്. അവൻ ചോദിച്ചത് ശരിക്കും പറഞ്ഞ തടാകമല്ല ചോദിച്ചത്, തടാകം തരണേന്നല്ല. ആമേൻ. കാരണം
ആമേൻ, ഒരിക്കലും പറ്റാത്ത. നമ്മളൊന്നുകൂടെ പറഞ്ഞു വരുമ്പോൾ, നമ്മൾ വനത്തിലൂടെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മരുഭൂമി പോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് പോകുന്ന മരുഭൂമിയുടെ അനുഭവം ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ, വരണ്ടുണങ്ങിയ സാഹചര്യങ്ങൾ, ഇനി ആരാധനയ്ക്ക് വരുന്നില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ, മനസ്സിലെ സന്തോഷം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആരാധനയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ആരാധനയ്ക്ക് വന്നിട്ട് ഒരു സമാധാനം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ രോഗം തന്നാൽ നീ നിരാശപ്പെടരുത്. അതിനെ അതിജീവിക്കുവാനുള്ള ഒരു സൗഖ്യത്തിന്റെ ഉറവ ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ നിന്റെ മരുഭൂമിയെ സമൃദ്ധമാക്കാനുള്ള ഒരു ഉറവ ദൈവം കരുതിയിട്ടുണ്ട്. ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ ഒരിക്കലും അടയാത്തൊരു ഉറവ തുറന്നതുപോലെ, നിനക്ക് വേണ്ടി ഇസ്മായേലിന് വേണ്ടി ഒരു ഉറവ ദൈവം തുറന്നതുപോലെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയ ഒരു ഉറവ നീ കാണാത്ത സ്ഥലത്ത് ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇസഹാക്ക് ചോദിച്ചു, ആമേൻ അപ്പാ, പ്രൈസ് ദി, യാഗമൃഗം എവിടെ? വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷെ യാഗമൃഗം എവിടെ? ആമേൻ. അപ്പൻ പറഞ്ഞ പോലെ യഹോവ കരുതും. പ്രൈസ് ദി, ഈ മരുഭൂമിയിൽ, ഈ മോറിയ മലയിൽ, ഈ മുൾപ്പടർപ്പിനിടയിൽ ദൈവം ഒന്ന് കരുതിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് കരുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് തിരിച്ചു പോകില്ല, ജീവിക്കുന്ന മകനുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. പിശാച് പറയും, നിന്റെ ഏകജാതനായ മകനെ യാഗമർപ്പിച്ചാൽ നീ എങ്ങനെ ജീവിക്കും? നിന്റെ ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കില്ലേ? നിന്റെ ജീവിതകാലം മുഴുവൻ നീ മനസ്സാക്ഷി കുത്തില്ല, എനിക്ക് ജീവിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഭോഷത്വമല്ലേ കാണിക്കുന്നത്? ആമേൻ. പക്ഷെ ഭോഷത്വമായിരുന്നില്ല, ദൈവത്തിന്റെ കരുതൽ അവിടെ കണ്ടതുപോലെ. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്ക് വീണ്ടും ദൈവം കാണാൻ മറയത്ത് ഒരു ഉറവ തുറന്നിട്ടുണ്ട്. പ്രൈസ് ദി. അക്ഷയുടെ മാതൃക, അക്ഷയുടെ മാതൃക എന്ന് പറയുന്നത് അവൾ വിധിയോർത്ത് കരയുകയല്ലായിരുന്നു. ചില പറയാറുണ്ട്, നമ്മുടെ വിശ്വാസികൾ പൊതുവെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, എന്റെ വിധിയാ. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിൽ വന്നു കയറി എന്റെ വിധിയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വീട്ടിൽ വന്നു കയറി എന്റെ വിധിയാ. ഇയാളുടെ കൂടെ കല്യാണം കഴിഞ്ഞ എന്റെ വിധിയാണ്. ഇതിനേക്കാൾ വേറെ എന്തോ വരാനിരുന്നതാണ്. ആമേൻ. സ്തോത്രം. എനിക്ക് ജോലി കിട്ടാത്ത എന്റെ വിധിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ വിധിയോർത്ത് കരഞ്ഞതല്ല, അവൾ അപ്പന്റെ ഉദാരതയെ വിശ്വസിച്ചു. മരുഭൂമിയിലെ ചൂടിനേക്കാൾ, ശ്രദ്ധിക്കണേ, മരുഭൂമിയിലെ ചൂടിനേക്കാൾ വലുതാണ് അപ്പന്റെ ഉറവകളെന്ന് അവർക്കറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിലെ ചൂടിനെ തണുപ്പിക്കുവാനുള്ള ഉറവ എന്റെ അപ്പന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിനെ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് വെയിൽ കൊള്ളുന്നു തോന്നുമ്പോൾ, ഹല്ലേലൂയ, ഒരമ്മ ആമേൻ, ആമേൻ, പിന്നെ ബാഗിനകത്ത് ഒരു 35 കഷ്ണമായിട്ട് ഒഴിച്ച് മടക്കി വെച്ചിരിക്കുന്ന ആ കൊടയെടുത്ത് നിവർത്തി താൻ വെയിൽ കൊണ്ടാലും തന്റെ കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കാതെ കൊണ്ടുപോകുന്ന ആ മനോഹരമായ കാഴ്ച നമ്മളൊന്ന് നോക്കിയേ. ഹല്ലേലൂയ. ഇതുപോലെ ചൂടുന്ന മരുഭൂമിയിൽ നിനക്ക് ഒരു ചിറകുണ്ട്, അഗ്നിമയമായിരിക്കുന്ന ചിറകുണ്ട്. ആമേൻ. ആ ചിറകിന്റെ മറവിൽ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. രൂത്ത് ആ ചിറകിന്റെ കീഴിലേക്കാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അവൾ വിധിയോർത്ത് കരഞ്ഞില്ല. അപ്പന്റെ ഉദാരത, ഞാൻ ചോദിച്ചാൽ തരുന്ന എന്തൊരു അപ്പൻ,
ആമേൻ. മരുഭൂമിയിലെ ചൂടിനേക്കാൾ വലുതാണ് എന്റെ അപ്പൻ എന്നോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ മരുഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ ദൈവം ക്രൂരനാവുകയല്ല, മറിച്ച് തന്റെ മഹിമ വെളിപ്പെടുത്താൻ ഒരിടം ഒരുക്കിയാണ് ചെയ്യുന്നത്. മരുഭൂമിയിലേക്ക് പോയി ഹാഗാർ കുഞ്ഞിനെ കൊണ്ട്. പക്ഷേ ആമേൻ, കുഞ്ഞിനെ ഒരമ്പിന്റെ പാട് ദൂരത്തിട്ടിട്ട് അവൾ മാറിയിരുന്ന് കരയുകയാണ്. പക്ഷെ അങ്ങനെയല്ല ആകാതെ, നിനക്ക് വാറ്റത്വമുണ്ട്. നിന്റെ കുഞ്ഞിനെ ക്രൂരമായി മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കൊല്ലാനല്ല നീ മരുഭൂമി വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ക്രൂരനല്ല, മറിച്ച് ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുണ കാണാൻ പോവുകയാണ്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതൽ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. തീക്കൽ പാറയുടെ മുമ്പിൽ ഇസ്രായേൽ മക്കൾ വന്നിരിക്കുകയാണ്. അവർ പുറത്തു, അവർ കുറച്ചുപേർ തിരിച്ചു പോകാൻ തുടങ്ങി. പല പ്രശ്നങ്ങളായി. പക്ഷേ അവർ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ അവിടെ ഒരുക്കി വെച്ചിരുന്ന പാറയ്ക്കകത്ത് അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഉണ്ടായിരുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില ഉറവകൾ ദൈവം നിനക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് ക്രൂരരായോണ്ട് അയച്ചതല്ല, ദൈവത്തിന്റെ മകത്വം വെളിപ്പെടാനാണ് അയച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ഉറവകൾ നമ്മൾ കാണണം, വിശ്വാസത്തിൽ നമ്മൾ കാണണം. ഒരിക്കൽ ഒരു മനുഷ്യൻ കുറച്ച് സ്ഥലം വാങ്ങി. പക്ഷെ ആ സ്ഥലം വാങ്ങിയതായിരിക്കുന്ന മനുഷ്യൻ സ്ഥലം വാങ്ങിയപ്പോൾ പാറക്കെട്ടുകൾ നടന്നിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അത് കണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, ഒരു ഭാഗത്ത് ഒരു മരത്തിന്റെ അടിയുടെ വശത്ത് ഗുഹയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ഉറവയുണ്ടെന്ന്. അത് കണ്ടിട്ടാണ് അദ്ദേഹം ആ സ്ഥലം വാങ്ങിയത്. പാറ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന സ്ഥലമെന്ന് വിചാരിച്ച സ്ഥാനത്ത്, ഒരു പുല്ല് പോലും കിളിക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് ആമേൻ ഒരു ഉറവ, വറ്റാത്തൊരു ഉറവ അദ്ദേഹം കണ്ടിട്ടാണ് അത് വാങ്ങിച്ച. ദൈവത്തിന്റെ ഒരു കരുതല് നിനക്ക് വേണ്ടി ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഇതെന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ പ്രയാസങ്ങളെ ഓർത്ത് കരയുകയല്ല, നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രഖ്യാപിക്കണം. ആമേൻ. ധൈര്യമായിട്ട് നമ്മുടെ അപ്പച്ചനോട് ചോദിക്കുക. ഒന്നും കണ്ടിട്ടല്ല, നമ്മുടെ ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് കെട്ടിക്കിടക്കുന്ന ഉറവയല്ല, കെട്ടിക്കിടക്കുന്ന തടാകമല്ല. നമ്മുടെ ജീവിതത്തിന് ഉറവയാണ് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു തടാകം വറ്റിപ്പോകാം. ഞാൻ കർണാടകയിലേക്ക് കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അണകെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ചില കുന്നിന്റെ നടുഭാഗത്ത്, കുന്നുകളുടെ 4 ചുറ്റും കുന്നാണ്, അതിന്റെ നടുഭാഗത്ത് ഇങ്ങനെ അവര് ഒരു കുളം കുഴിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. മഴക്കാലം വരുമ്പോൾ അതിങ്ങനെ ഡാം പോലെ ഇങ്ങനെ കാണും. ഇങ്ങനെ താഴ്ചയെന്നറിയാമോ? ശക്തമായ ഉണക്ക് വരുമ്പോൾ വെള്ളമെല്ലാം വറ്റിപ്പോകുന്നത് നമുക്കാണ്. ദൈവം അതല്ല നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് 10 വർഷം മുമ്പ് ലഭിച്ച കൃപയല്ല ആവശ്യം, വറ്റിപ്പോകുന്ന കൃപയല്ല നമുക്ക് ആവശ്യം. മറിച്ച് നാം ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ നിന്ന് പുതിയതായി ഒഴുകുന്ന ദൈവത്തിന്റെ ഉറവയാണ് നമുക്ക് ആവശ്യം. കരകെട്ടുന്ന സ്തോത്രം ചെയ്താൽ 10 വർഷം മുമ്പ് ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഇപ്പൊ അഭിഷേകം ഉണ്ടോ? ഇനി എവിടെയെങ്കിലും പോയി ടെസ്റ്റ് ചെയ്ത് ലാബിലും കാണാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഇനിയിപ്പോ അഭിഷേകം ഉണ്ടോ? ഹല്ലേലൂയ. 10 വർഷം മുമ്പ് പ്രാപിച്ചതാ. 10 വർഷം മുമ്പ് പ്രാപിച്ച കൃപ എന്തി എന്ന് പോയെന്നറിയത്തില്ല.
ഉറങ്ങാൻ കിടന്നപ്പോ പിറ്റേ ദിവസം നോക്കിയപ്പോ കൃപയില്ല. പണ്ടൊക്കെ പിള്ളേരുടെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. മാലയൊക്കെ ഇട്ടുണ്ടാ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മാലയില്ല. എവിടെ പോയി? നോക്കുമ്പോൾ പായ് പൊട്ടിക്കിടപ്പുണ്ട്. ഇതുപോലെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കൃപ നഷ്ടപ്പെട്ടു പോകുവാനിട വരരുത്. 10 വർഷം മുമ്പ് ലഭിച്ച കൃപയല്ല, ഉള്ളിൽ നിന്ന് പുതുതായി ഒഴുകുന്ന, തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഉറവ എവിടെ നിന്നാ വരേണ്ടത് എന്ന് പറഞ്ഞേ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഉറവയ്ക്കകത്ത് സന്തോഷമുണ്ട്. ദാഹിച്ചു വരണ്ടു വരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം. പണ്ടൊരു നമ്പൂതിരിയുടെ വീട്ടുവാതിക്കൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് കുടഞ്ഞു. നമ്പൂതിരി പെട്ടെന്ന് അന്തർജനത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അവിടെ വാക്കൊന്നും എനിക്ക് പറയാനറിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് പിന്നെ നമ്പൂതിരിയുടെ ഭാര്യ അന്തർജനം എന്നാ പറയുന്നത് തോന്നുന്നു. പണ്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, ഒരുപാട് വായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് പുള്ളിക്കാരി പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഇത് കൊണ്ടുവന്നിട്ട് പുള്ളി വീടിന്റെ വാതിക്കൽ നിന്ന് ആ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വലിയ പ്രയാസമാണ്, പക്ഷെ വെള്ളം ആർക്കാ കൊടുക്കണ്ടേ? അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു നമ്പൂതിരിയുടെ വീട്ടുവാതിക്കൽ ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണു. അപ്പോൾ ഇത് കണ്ടതായി നമ്പൂതിരി അന്തർജനത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് പിന്നെ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോൾ ഈ നമ്പൂതിരി എന്ത് ചെയ്തു? ആ വെള്ളം അദ്ദേഹത്തിന് കൊടുക്കാതെ, വീട് കിടക്കുന്ന ആൾക്ക് കൊടുക്കാതെ ആ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തിട്ട് പറയുക, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അദ്ദേഹത്തിന് കൊടുത്ത് മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള സന്തോഷമല്ല, കുടിച്ചുള്ള സന്തോഷം. അത് മനസ്സിലായോ? ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ കൊടുക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഒരാളോട് നല്ലൊരു വർത്തമാനം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. കഷ്ടത്തിൽ കിടക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. നമ്മളെ ഈ എല്ലാ ആഴ്ചയിലും, ഈ ആഴ്ച നമുക്ക് വർക്ക് വെക്കണം, എല്ലാ ആഴ്ചയിലും നമ്മൾ ഇതിന് പ്രവർത്തനത്തിനായി പോകുമ്പോൾ ആ ട്രാക്റ്റൊക്കെ കൊടുത്ത് സുവിശേഷക്ക് പറഞ്ഞ് രോഗികളെയൊക്കെ സന്ദർശിച്ച് വരുമ്പോൾ എന്ത് സന്തോഷമെന്നറിയാമോ അന്നത്തെ ദിവസം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷമാണ്. അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഉത്സാഹമാണ്, മൊത്തത്തിൽ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? അതെന്താണെന്നറിയത്തില്ല, വലിയ സന്തോഷമാണ് അന്നത്തെ ദിവസം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ മറ്റുള്ളവരോട് പറയുമ്പോൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനം മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ പ്രത്യേകമായ സന്തോഷം ഉണ്ടാകുക. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പൈതലേ, നിന്റെ അകത്തിൽ സന്തോഷം ഉണ്ടായിരിക്കണം, നിന്റെ അകത്തിൽ സമാധാനം ഉണ്ടായിരിക്കണം, നിന്റെ അകത്ത് ദൈവകൃപ ഉണ്ടായിരിക്കണം. ഇത് എവിടുന്ന് ലഭിക്കുന്നറിയാമോ? നീ കൊടുക്കുമ്പോഴാണ്, നീ സുവിശേഷം പറയുമ്പോഴാണ്, നീ ഒരു വീട് സന്ദർശിക്കുമ്പോഴാണ്, നീ ഒരു വ്യക്തിയോട് തകർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുക്കുമ്പോഴാണ്. രോഗിയായി കിടക്കുന്നവരെ നാളുകളായി മാസങ്ങളായി ആരെയും കടാതെ കിടക്കുന്ന ഒരു ഭവനത്തിന്റെ അകത്ത് ചെന്ന് കർത്താവിന്റെ സമാധാനം എന്ന് പറയുമ്പോൾ, അവരോട് യേശു സ്നേഹിക്കുന്നു പറയുമ്പോൾ, യേശു കർത്താവ് കൈവിടില്ലെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. ആ ഉറവയിൽ നിന്ന് വരുന്ന സന്തോഷം. ചാവുകളിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ചാവുകടകൾ ഒഴുക്കില്ലാത്തൊരു തടാകമാണ്. യോർദാനിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അതിനകത്ത് കെട്ടിക്കിടക്കുന്നത്. ആ വരുന്ന വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന വെള്ളം ഇങ്ങനെ ബാഷ്പീകരിച്ചു പോവുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള വെള്ളം എന്ന് പറയുന്നത് ചാവുകടലിലെ വെള്ളമാണ്. അതിനകത്ത് ഒരാൾ വീണാൽ താണു പോകത്തില്ല. ഒരാൾക്ക് അതിനകത്ത് കടന്നുകൊണ്ട് പത്രം വായിക്കാം, കാരണം താണു പോകില്ല. അതിലെ വെള്ളം കണ്ണിൽ വീണാൽ ഭയങ്കര നീറ്റലാണ്. ചാവകടലിൽ കുളിച്ചാലും പുറത്തു വന്ന് നല്ല വെള്ളത്തിൽ തന്നെ കുളിക്കണം, കാരണം കെട്ടിക്കിടക്കുക. മത്സ്യങ്ങളില്ല, ചെടികളില്ല, ഒരു ജീവിക്കാനും അതിനകത്തില്ല. കാരണം എന്താണെന്നറിയാമോ?
ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മജീവിതം കെട്ടിക്കിടക്കാൻ പാടില്ല. നമ്മൾ പ്രാപിച്ച കൃപ കെട്ടിക്കിടക്കരുത്. 10 വർഷം മുമ്പ് പ്രാപിച്ചത് കെട്ടിക്കിടക്കല്ല. 10 വർഷം മുമ്പ് പ്രാപിച്ചത് മറ്റുള്ളവർക്ക് അത് പകരുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. നമുക്ക് രക്ഷയുടെ സന്തോഷം. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പാടി, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷയുടെ സന്തോഷം നമുക്കില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ആമേൻ. ആ സന്തോഷത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണേ. ഇവിടുത്തെ കാറിന്റെ സന്തോഷമൊക്കെ പോകുന്നേ. ഇന്നൊരു കാറ് വാങ്ങി, ആമേൻ, അതിന് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അവിടെ കിടക്കട്ടെന്ന് വെക്കാം. കാറിനൊരു പണി വന്നു, സന്തോഷമെല്ലാം പോയി. നന്നാക്കാൻ പൈസയില്ല, എല്ലാം പോയി. പിന്നെ അത് ആക്രി വിലയ്ക്ക് കൊടുക്കുമ്പോ ഉള്ള സന്തോഷത്തോടെ പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു വീട് വെച്ചു, അത് ഒരു 10-25 വർഷം കഴിഞ്ഞ് പൊട്ടലായി, പ്രശ്നം, അത് വീടിന്റെ വിഷയമൊക്കെ വന്നു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും വിളിച്ച് പരിപാടികളൊക്കെ നടത്തി ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു 25 വർഷം കഴിഞ്ഞാൽ ജീവിക്കുമ്പോ ഉള്ള സന്തോഷവും പോയി. കാരണം അപ്പുറത്ത് ഇതിനേക്കാളും വലിയ വീടൊക്കെ ഉയരുകയാണ്. അന്ന് പെറ്റപ്പ ഇതായിരുന്നു വലിയ വീട്. ആമേൻ. പണിത് വരുന്നപ്പോൾ അവിടെ വീടുകളൊക്കെ വലുതായി. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം പോയി. ഞാൻ വീട് പണിയുന്ന സമയത്ത് ആമേൻ, ആളുകളെ ഈ ജോലിക്കാർ വന്നിട്ട് പറയും, ഇപ്പോഴത്തെ മോഡലല്ല. ഞാൻ പറയും, ഇപ്പോഴത്തെ മോഡൽ വേണമെന്നില്ല, ഏത് മോഡലായാലും മതി. അത് ഇപ്പോഴത്തെ മോഡല് നാളത്തെ പഴയ മോഡലാകും. അപ്പൊ ഈ കാലങ്ങളെ പോലെ ഇതൊക്കെ തിരിച്ച് പിന്നീട് വരും. കാരണം ഇപ്പോഴത്തെ മോഡൽ കൊണ്ട് പണിയണ്ട. ആമേൻ. ഇന്നലത്തെ മോഡലോ കഴിഞ്ഞ വർഷത്തെ മോഡലോ 10 വർഷം മുമ്പുള്ള മോഡലോ ഏത് മോഡലായാലും കുഴപ്പമില്ല. പ്രിയതല്ലോ, താമസിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം മനസ്സിലായോ? പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം ഒന്നും വീട്ടിനകത്ത് കിട്ടത്തില്ല. നമ്മുടെ സന്തോഷം ഒന്നും കാറിൽ കിട്ടത്തില്ല. നമ്മുടെ സന്തോഷം ഒന്നും ജോലിക്ക് കിട്ടത്തില്ല. നമ്മുടെ സന്തോഷം ഒന്നിനും തരാൻ പറ്റുകയില്ല. പക്ഷെ ഉയരത്തിൽ നിന്നൊരു ഉറവ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഉയരത്തിൽ നിന്നൊരു സമാധാനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഉയരത്തിൽ നിന്നുള്ള സന്തോഷം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഉയരത്തിൽ നിന്നൊരു കൃപ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോ സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം. താഴെ മലമുകളിലെ ഉറവ ഉയരത്തിൽ നിന്ന് വരുന്നു, താഴത്തുറവ ഭൂമിക്കടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. ചുറ്റുമുള്ള ലോകം പറ്റി വരണ്ടാലും ക്രിസ്തുവാകുന്ന ഉറവയോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും കുറവ് സംഭവിക്കുകയില്ല. കരവുയർത്താൻ സ്തോത്രം ചെയ്താട്ടെ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. കരവുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരവുയർത്തുന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. അവൾ നീരോട് ചോദിക്കാൻ കാര്യം എന്താണ്? ഈ ചോദ്യം ചോദിച്ചെന്ന് നീരോട് ചോദിക്കാൻ കാര്യം എന്താ കാര്യം? അത് മാത്രമല്ല ആന്റി, അത് ആന്റി പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ നീരോടവ അവൾ ചോദിക്കാൻ കാര്യം എന്താണ്? ഇപ്പൊ ഞാൻ ഇത്രയും നേരം ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് ഓർമ്മയില്ലാത്തോണ്ടാണ്, മനസ്സിലാകാതെ പോകുന്നോണ്ടാണ്, എങ്ങനെയാണെന്നറിയത്തില്ല. വെള്ളമില്ലാത്ത ദേശം വരണ്ട ദേശമാണെന്നുള്ള തിരിച്ചറിവാണ്. അതാണ് ഉറവ ലഭിക്കേണ്ടത്. നമ്മുടെ ആത്മജീവിതത്തിന്റെ തിരിച്ചറിവാണ് സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ആത്മജീവിതത്തിന്റെ തിരിച്ചറിവാണ് അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആത്മജീവിതത്തിന്റെ തിരിച്ചറിവാണ് സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ആവശ്യമായ ആത്മീയ നന്മകൾ നമ്മുടെ അപ്പച്ചനോട് ചോദിക്കാം. ചോദിക്കുന്നില്ലെന്ന് എനിക്ക് അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പാ, എനിക്ക് ഉറവ എനിക്ക് വേണ്ടി തുറക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു കാത്തിരിപ്പ് യോഗം നടത്തണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആമേൻ. നമ്മുടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത നമ്മുടെ പ്രിയമുള്ളവരെല്ലാരും കൂടെ വന്നിട്ട് ഒരു കാത്തിരിപ്പ് യോഗം. അവസാനം നിങ്ങളെ കാത്തിരിക്കാൻ ഞങ്ങൾ കടവരുത്. ആമേൻ. ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലേ കാത്തിരിപ്പ് യോഗം നടത്തത്തുള്ളൂ.
കാരണം കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി ഒരു ദൈവദാസനെ വിളിച്ചുകൂടെ വരുത്തിയിട്ട് പിന്നെ നിങ്ങളെ കാത്തിരിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് മേടിച്ച ഇതുവരെ നടത്താത്തത്. ഹല്ലേലൂയ. അപ്പൊ സഭയ്ക്കൊരു കാത്തിരിപ്പ് യോഗം ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ സ്തുതിക്കണം. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ഒരു ഉറവ അവന് തുറക്കപ്പെടണം. ഹല്ലേലൂയ. മാതാപിതാക്കളായി നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലെ സഹോദരങ്ങൾ നല്ല സഹോദരങ്ങളാണ്, ആത്മീയരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കുറവ് നിനക്കുണ്ട്. എന്താ കുറവ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഭകളോട് പറയുന്നില്ലേ, എന്നാൽ നിനക്കൊരു കുറവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞു നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ന്യായീകരിക്കരുത്. എന്റെ കുഞ്ഞ് അങ്ങനെയാ ഇങ്ങനെയാ, അതൊന്നും നമ്മൾ ന്യായീകരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ നമ്മൾ കണ്ടെത്തിയാൽ ആ കുറവുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ മാറുവാൻ നമ്മൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവ് മറ്റുള്ളവരോട് പറയുകയല്ല വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവ് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. എന്റെ കുഞ്ഞ് തെറ്റുകയില്ല, എന്റെ കുഞ്ഞ് വേറെ നിലയിൽ പോകത്തില്ല എന്ന് വിശ്വസിക്കുകയല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളെ കണ്ടറിഞ്ഞ് നമുക്ക് ദൈവസന്നിധി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ അവരെ നിർത്തണം. ദൈവസന്നിധിയിൽ അവർ മുന്നോട്ട് പോകണം. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. മിനിഞ്ഞാന്ന് രാവിലെ പ്രൈസ് ദി ലോർഡ് നിൽക്കുമ്പോൾ, ഇന്നലെ അല്ലല്ല മിനിഞ്ഞാന്ന് രാവിലെ നിൽക്കുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ സോനു ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച സ്കൂളിൽ പോവാ. അപ്പൊ പറഞ്ഞത് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്ന് പുള്ളിയൊന്നും ചെയ്തതൊന്നുമില്ല, പക്ഷെ പുള്ളിയോട് എന്തായാലും രാവിലെ എത്തി. അതിനകത്ത് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആളിവിടെ വന്നല്ലോ, അതിനാണ് സന്തോഷമുള്ളത്. രണ്ടാമത്തെ ചെയ്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഉള്ളിലായിരുന്നേ. ആമേൻ ആമേൻ. രണ്ടാമത്തെ കാര്യത്തിനകത്ത് ആമേൻ, അത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി. എന്നാലും ഞാൻ എപ്പോ അത് ഓർക്കാൻ പറയുക. മണ്ണപ്പുറത്തൊരു കൺവെൻഷൻ നടന്ന സമയത്ത് നമ്മുടെ സോനു അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അവൻ കൂട്ടുകാരനെ കൊണ്ട് മണ്ണപ്പുറത്ത് കൺവെൻഷൻ വിളിച്ചോണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ ചോദിച്ചു, അവന്റെ കാര്യം ചോദിച്ചപ്പോൾ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വരാൻ പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അതിനകത്ത് വലിയൊരു സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയില് അതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്. ഞാനിങ്ങനെ ഒരാളെ പൊഴുത്തി പറയുന്നൊന്നും ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കുക. അവൻ ഇവിടെ കോട്ടയം മീറ്റിംഗ് ആണെങ്കിലും കുടുംബ കൂട്ടായ്മയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും എല്ലാ മീറ്റിങ്ങിനും മാതാപിതാക്കൾ ഇവിടെ പറഞ്ഞു വിടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ആന്തരേസയൊക്കെ കൃത്യമായ സമയത്ത് മനോജ് ബ്രദർ വരികയും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയൊരു ഗൈഡൻസ് ആണ്. മരിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രായമെത്തിയാലും നമ്മൾ മരിച്ചാലും അവർ പ്രായമായാലും നമ്മൾ കൊടുത്ത പാതയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പോവുകയില്ല. പണ്ടൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത്താഴം കൊടുക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത് നടക്കത്തില്ല. കാരണം ഇന്ന് അത്താഴം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് കടയിൽ പോയിട്ട് കുമ്പൂസ് പേര് എന്താണെന്നറിയത്തില്ല, അല്ലെങ്കിൽ കുഴിമാന്തി പോയി കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അത്താഴം വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ പിള്ളേർ പോയി കുഴിമാന്തി കഴിക്കും. അങ്ങനെ ഒരു കാലമാണ്. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത്താഴം കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടത്തില് അങ്ങനെ വളർന്ന കുഞ്ഞുങ്ങളെല്ലാം ഇന്നത്തെ ആത്മീയ കാലഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. അന്ന് പഠിപ്പിച്ച പാതകളിൽ ഇടയ്ക്ക് ചില കളകളൊക്കെ വളർന്നാലും പിൽക്കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ നടന്നുപോയതായ കാൽപാദങ്ങളിൽ സ്ഥലങ്ങളിൽ ആ നടപ്പാതകളിൽ ചില മുള്ളുകളും കല്ലുകളും ഒക്കെ വളർന്നെങ്കിലും അവിടെയൊക്കെ വീണെങ്കിലും പിന്നീട് ആ കുഞ്ഞുങ്ങൾ അതെല്ലാം വൃത്തിയാക്കി പിതാക്കന്മാരുടെ പാത അരികെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരങ്ങളിലൊക്കെ സ്തോത്രം ചെയ്താട്ടെ. കല്ലിയോ പിതാവേ, താങ്കളുടെ കുഞ്ഞിന് വേണ്ടി താങ്കൾ തുറന്നതായിരിക്കുന്ന വഴി ഒരിക്കലും അത് അടഞ്ഞു പോകുകയില്ല. ചിലപ്പോൾ അത് അല്പം മുള്ളുകള് നിറഞ്ഞു പോയാലും കളകൾ നിറഞ്ഞു പോയാലും ഹല്ലേലൂയ
താമേ ആ വഴി തന്നെ താങ്കളുടെ കുഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്ന് ഓർത്ത് കരവേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് വേൽക്കാട് ദൈവസന്നിധിയില് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, വചനം കേൾക്കുവാൻ കർത്താവ് തന്ന അവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തെ ദൈവകരങ്ങളിൽ കേൾപ്പിച്ചാൽ ഓർത്ത് പറ്റം പ്രാർത്ഥിച്ചാൽ.